പണ്ടൊക്കെ ഈ സന്ധ്യ നേരമായി കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ അടിയിൽ കുറെ അപ്പൂപ്പന്മാരൊക്കെ കൂടിയിരുന്നിട്ട് അവരെ പറ്റി കുറ്റം പറയാം, അവരെ പറ്റി കുറ്റം അവർക്ക് രസം, വയസ്സായവരാണെങ്കിലും വിചാരിക്കാം. ഇപ്പൊ അവരെ പോലും കാണാൻ കിട്ടുന്നില്ല. അതിന് പകരം പുതിയതായിട്ട് ഇപ്പൊ കുറച്ച് ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, ഇതുപോലെ കുറച്ച് പരദൂഷണവും അതും ഇതൊക്കെ ആയിട്ട് ന്യൂസ് അങ്ങിടാം. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത് അസ്ലാം മെർലിനോടാണ്. അസ്ലാം മെർലിൻ്റെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടു. അതിൽ അവളുടേതായിട്ടുള്ള പ്രേക്ഷകർ തന്നെ അവളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചില ചോദ്യങ്ങളും കമൻറ്റുകളൊക്കെ ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. അത് അവൾ തന്നെ നിരത്തി വെച്ച് ഓരോരുത്തരുടെയും ചോദ്യങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോസും ചെയ്തു. എനിക്ക് അക്സലിനോട് ചോദിക്കുന്നത്, അതൊക്കെ നിന്നെ വെറീഡാക്കുന്നുണ്ടോ, നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടോ, അതിൻ്റെ കാരണമുണ്ടോ? കാരണം അവർക്കുള്ള ഉത്തരം നിൻ്റെ കയ്യിലുള്ളപ്പോൾ എന്തിനാണ് നീ വെറീഡാവുന്നത്, അല്ല അസ്വസ്ഥതപ്പെടുന്നത്? അതല്ലെങ്കിൽ അവരെ കുറ്റം പറയാനുള്ള റൈറ്റ് നിനക്കുണ്ടോ? നിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. നിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിൻ്റെ വിവാഹം, നിൻ്റെ യാത്രകൾ, നീ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്, നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിൻ്റെ പ്രഗ്നൻസി പീരീഡ്, നിൻ്റെ ഡെലിവറി, നിൻ്റെ കുഞ്ഞുമൊത്തുള്ള നിമിഷങ്ങൾ, ഇങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നീ വീഡിയോസിലൂടെ ഓരോരുത്തരെയും കാണിച്ചു കൊടുത്തതാണ്. നിനക്ക് നിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ പറ്റും, നീ ഒരുപാട് തവണ നീയും നിൻ്റെ അംജുക്കായും ഒത്തുള്ള നിമിഷങ്ങളും, ഇനി അംജുക്ക അടുത്തില്ലെങ്കിൽ അംജുക്ക എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം നീ അത് ചോദിക്കുന്നില്ല, നീ അത് അംജുക്കാനെ ടാഗ് ചെയ്യുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ നിൻ്റെ പ്രേക്ഷകർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി, അല്ലെങ്കിൽ ഡൗട്ട് കുറച്ച് കൂടുതലുള്ളവരാണല്ലോ നമ്മളെ മലയാളികൾ. അപ്പോൾ അവരങ്ങനെ ചോദിച്ചു, അതിനുള്ള മറുപടി നീ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു. അല്ലാതെ അവരെ കുറ്റപ്പെടുത്താൻ, അതല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു എന്ന് പറയാനൊന്നും നിനക്ക് പറ്റില്ല. അങ്ങനെയുള്ളവരായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഈ വീഡിയോസ് ഒന്നും ഇടില്ല. നിങ്ങളെല്ലാ കാര്യങ്ങളും വീഡിയോസായിട്ട് ഇടുന്നു. നിങ്ങളെ എല്ലാ കാര്യങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ടവർ തന്നെയാണ് ഇവർ. പിന്നെ നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നിൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണമെന്നില്ല. അവർ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും മനസ്സിലാക്കുന്നത്. അതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ലോകത്തിൽ ഒരുപാട് പേര് വിവാഹം കഴിക്കുന്നു, പ്രസവിക്കുന്നു, പ്രഗ്നൻസി പീരീഡ്സ് അവർക്കുണ്ടാവുന്നു, മൂഡ് സ്വിങ്സും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. അവർക്ക് കുഞ്ഞുണ്ടാവുന്നുണ്ട്, അവർക്ക് ഡിവോഴ്സ് ഉണ്ടാവുന്നുണ്ട്, അവർക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ആരെങ്കിലും ഇങ്ങനെ ചോദിച്ച് നടക്കുന്നുണ്ടോ? അവരുമായി ബന്ധപ്പെട്ട കുറച്ച് പേര് ചോദിക്കും, നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. നല്ല കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, നല്ല സ്ത്രീയാണ്, നമ്മളോട് നല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഡിവോഴ്സായി അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് നടുവിലാണെങ്കിൽ നമ്മളോടിപ്പം ചോദിക്കുക, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അത് മോശമാണെന്നാണോ നിങ്ങളൊക്കെ കരുതുന്നത്? അതെ, ഇപ്പം മനുഷ്യന്മാർ പല രീതിയിലാണ്. നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ചൂയിന്നറിയാൻ നമ്മളെ മലയാളികൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അത് നമ്മൾ വേദനിക്കുന്നുണ്ടോ, നമ്മൾ ഒരു പ്രശ്നത്തിന് നടുവിലാണോ എന്നൊന്നും അവർ ചിന്തിക്കില്ല. അവർ ചിലപ്പം വേദനിക്കട്ടെ എന്ന് വിചാരിച്ച് ചോദിക്കുന്നവരുണ്ടാവും. അതിനിപ്പം ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഒരു സമാധാനം കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അത് നമുക്ക് സമാധാനക്കേടാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പല രീതിയിലും ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു രോഗിൻ്റെ ബന്ധുക്കളോട് പറയും, കുറച്ച് ദിവസത്തേക്ക് ബന്ധുക്കളോട് ആരോടും വരണ്ട, അല്ല അയൽക്കാരോട് ആരോടും വരണ്ട എന്ന് പറയും. പക്ഷേ എത്ര പറഞ്ഞാലും ചില ആൾക്കാരുണ്ട്, അത് ഞാൻ പോയിട്ടില്ലെങ്കിൽ അവരെന്തെങ്കിലും വിചാരിക്കും, ഞാൻ വലിയ ആളായിപ്പോയി എന്ന് വിചാരിച്ചിട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്കുണ്ടാവും. നീ ഇപ്പം ഇത്രയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള, നിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്ന, നിൻ്റെ അംജുക്കായെ പ്രത്യേകിച്ചെടുത്ത് പറയുന്ന, നിന്നോട് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിച്ചിട്ട് നീ ഇത്രത്തോളം ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ കവലയിൽ നിന്ന് അപവാദം പറയുന്ന അപ്പൂപ്പന്മാരെ ഒന്നും ഉപമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ നിന്നെക്കുറിച്ച് അപവാദം പറയേണ്ട കാര്യം എന്താ? പിന്നെ നീ വലിയ സെലിബ്രിറ്റി ഒക്കെ തന്നെയാണ്. അത് അവരാരും നിന്നെ പിടിച്ച് സെലിബ്രിറ്റി ആക്കിയതല്ല. നിൻ്റെ വീഡിയോസ് കണ്ട് നിന്നെ ഇഷ്ടപ്പെട്ട് അങ്ങനെ നീ അങ്ങ് വളർന്നു വന്നതാണ്. നിന്നെ അവർക്ക് ഇഷ്ടമായത് കൊണ്ടാണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്തരം ആൾക്കാർ നല്ല കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവർ വീഡിയോസൊക്കെ കണ്ട് റീച്ചായി നിനക്ക് ഏർണിങ്സ് ഉണ്ടാക്കി തന്നില്ലേ? അപ്പം നിനക്ക് എന്തെങ്കിലും മടി തോന്നിയിട്ടുണ്ടോ? എൻ്റെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചവരും ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പണം വേണ്ട എന്ന് നീ വെച്ചിട്ടില്ലല്ലോ, ആ പണം നീ ഉപയോഗിച്ചിട്ടില്ലേ?
ഇതൊക്കെ തന്നെയാണ് നമ്മളെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അവരെ നല്ല കാര്യങ്ങൾ മാത്രമേ അവരോട് ചോദിക്കാവൂ, നല്ലത് മാത്രമേ ചോദിക്കാവൂ. എന്തെങ്കിലും ഒരു ഡൗട്ടോ, അതല്ലെങ്കിൽ മനുഷ്യന്മാർ പല രീതിയിലുണ്ട്, എന്തൊക്കെ ചോദ്യങ്ങൾ അവർക്കുണ്ടാവും. നമ്മൾ പോലും ചിന്തിക്ക പോലും അല്ലെ സ്വപ്നത്തിൽ പോലും കാണാത്ത പല ചോദ്യങ്ങളും അവർക്ക് നമ്മളോട് ചോദിക്കാനുണ്ടാവും. കാരണം അവർക്ക് മുമ്പിലേക്ക് നമ്മൾ തന്നെയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്, നമ്മളെ വീടും കുടുംബവും. ഇപ്പം എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രേക്ഷകർക്ക് പലർക്കും അറിയില്ല എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഞാൻ ആരാണെന്നുള്ളത്. പക്ഷേ അസ്ലാം മെർലിനെ കുറിച്ച് അങ്ങനെയല്ല. അസ്ലാം മെർലിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എത്ര സഹോദരങ്ങളുണ്ട്, അതല്ലെങ്കിൽ പിന്നെ ഭർത്താവ് എന്താണ് ചെയ്യുന്നത്, ഭർത്താവ് എവിടെയാണ്, അസ്ലാം മെർലിയുടെ താല്പര്യങ്ങൾ എന്താണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ നിന്നോട് ഇത്തരം ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ കരഞ്ഞ് വിളിക്കണ്ട, അതല്ലെങ്കിൽ എല്ലാവരെയും തെറി വിളിക്കണ്ട, ഒന്നും ഒരു കാര്യമില്ല. നിനക്ക് മാന്യമായിട്ട് അതിനുള്ള ഉത്തരമുണ്ട്. പക്ഷെ അതെല്ലാം എല്ലാ കമൻറ്റുകളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചൊരു വീഡിയോ ആക്കിയിട്ട് നീ അതൊരു കണ്ടന്റ് ആക്കി, അത്രയേ ഉള്ളൂ. അല്ലാതെ നിനക്ക് അതിലൊരു ടെൻഷനും ഇല്ല. നീ ആ ചോദ്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ അവസാനം അംജുക്കാനെ വിളിച്ചിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്താണോ അതിൻ്റെ ഒക്കെ കാര്യം എന്താണ്? നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവർ, പ്രത്യേകിച്ച് ഇങ്ങനെ ഫാമിലി വ്ളോഗേഴ്സും ഇത്തരം കാര്യങ്ങൾ പിന്നെ നമ്മുടെ കുടുംബകാര്യങ്ങളെല്ലാം കൂടി തുറന്ന് കാണിക്കുന്ന ആൾക്കാരോട് എനിക്ക് എന്നും പറയാനുള്ളൊരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങളെ ഭയമാണെങ്കിൽ, അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്ക്രീനിൻ്റെ മുമ്പിൽ വരണ്ട. അതല്ല, നിങ്ങൾക്ക് ഏതൊരു ചോദ്യത്തിനെയും അഭിമുഖീകരിക്കാൻ പറ്റും, നമ്മൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അല്ലെങ്കിൽ അത് പിന്നീട് അസ്ലാം മെർലി ഇങ്ങനെ കറങ്ങി നടക്കും, അതല്ലെങ്കിൽ ഇത്തരക്കാരിങ്ങനെ കറങ്ങി നടക്കും. അപ്പം ഞാൻ പിന്നെ സൂയിസൈഡ് ചെയ്യും, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ എന്താണ് അവകാശം, നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടോ, ഞാൻ കേസ് കൊടുക്കും. ഇതിലൊന്നും കാര്യമില്ലടാ. സൈബർ ബുള്ളിങ് എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിർത്തൂ. അപ്പോൾ വീഡിയോ ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയൊന്നും നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ വരാൻ നിങ്ങൾ നോക്കി നിൽക്കും, എന്നിട്ട് അതെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് വലിയൊരു കണ്ടന്റ് ആക്കിയിട്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ ചെറിയ കമൻ്റ് ഇട്ട ആൾക്കാരെ വിളിച്ചിട്ട് തെറി പറയും. നിങ്ങളെ സ്നേഹിക്കുന്നവർ തെറി പറയും. എന്തിനാണ് അങ്ങനെ പറയാൻ നിൽക്കുന്നത്, നിങ്ങൾക്ക് അമ്മയില്ലേ, പെങ്ങളില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന്മാർ പല രൂപത്തിലുണ്ട്. നമ്മൾ ഒരു കണ്ടന്റ് അങ്ങോട്ട് കൊടുക്കുന്ന നേരം നമ്മൾ ആ കൊടുത്ത അതേ രൂപത്തിൽ അതേ സ്ട്രക്ചറിൽ തന്നെ അളന്ന് പിടിച്ച് അവർ മനസ്സിലാക്കണം എന്നില്ല. വ്യത്യസ്ത രീതിയിലായിരിക്കും അവർ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും അസ്ലയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും, വെറുതെ അത് കണ്ടിട്ട് പോകുന്നവരും ഉണ്ടാവും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മോശം സമയം എപ്പോഴെങ്കിലും, എല്ലാവർക്കും എല്ലാ കാലവും നല്ലത് മാത്രം ആയിരിക്കണം എന്നില്ല, സുഖവും ദുഃഖവും ഒക്കെ ഇടപഴകി ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യം നമ്മളെ അസ്വസ്ഥതപ്പെടുത്തും, അതുണ്ടാവും എന്ന് നമ്മൾ എന്തെറിഞ്ഞാലും മനസ്സിലാക്കണം. ആ ഒരു സമയത്ത് ഒന്നെങ്കിൽ മിണ്ടാതിരിക്കുക, അതല്ലെങ്കിൽ അവർക്കതിനുള്ള മറുപടി കൊടുക്കുക. ഇന്ന് ഈ ലോകത്ത് ഒന്നിനും ഒരു പ്രത്യേകതയൊന്നുമില്ല. ഒരു കാര്യങ്ങൾക്കും കുറച്ച് ദിവസം ഒരു പ്രശ്നം ഇങ്ങനെ കറങ്ങി നടക്കും, കുറച്ച് ദിവസം കഴിയുന്നവരെ അതെല്ലാവരും മറക്കും. അത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, താങ്ക് യു.